ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്ത് നിന്നും 2000 കിലോമീറ്റർ യാത്ര ചെയ്താൽ വണുവട്ടു ദ്വീപിൽ എത്തിച്ചേരാൻ പറ്റും. ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ പണ്ട് വമ്പിച്ച ഒരു കശപിശയുണ്ടാവുകയും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് ഭരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 53 വർഷം മുമ്പാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കൺട്രിയാണ് വണുവട്ടു. 3 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഫിജിയിൽ നിന്നും വണുവട്ടുവിലേക്ക് വിമാനം ലഭിക്കും. പുറം ലോകവുമായി പൂർണ്ണമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപിൽ വെക്കേഷൻ ചെലവഴിക്കുവാൻ യൂറോപ്യൻസിന് വലിയ താല്പര്യമാണ്. നടന്നു കാണാൻ മാത്രം വലിപ്പമുള്ള ഈ ദ്വീപിൽ പ്രാദേശികവാസികൾക്ക് യാത്ര ചെയ്യുവാൻ മിനി ബസ്സുകൾ ഉണ്ട്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ നിഷ്കളങ്കരായി ജീവിക്കുന്ന ഗ്രാമീണരെ ഇവിടെ കാണാൻ പറ്റും. എങ്കിലും ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് നല്ല റിസോർട്ടുകളും സൂപ്പർ മാർക്കറ്റുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഞായറാഴ്ച എല്ലാ കടകൾക്കും ഇവിടെ അവധിയാണ്. അനേകം വർഷങ്ങളുടെ മിഷണറി പ്രവർത്തനം ഈ ദ്വീപിലുള്ള ജനങ്ങൾക്ക് ശക്തമായ ക്രൈസ്തവ മതവിശ്വാസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. പോർട്ട് വില്ല പട്ടണമാണ് വണുവട്ടു എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം. 51,000 ആളുകൾ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്നു. MG കൊക്കോമ റിസോർട്ട് ബീച്ച് ഫ്രണ്ട് മുറികളും റെസ്റ്റോറൻറ്റും BBQയും ബീച്ച് വോളിബോൾ കോർട്ടുമുള്ള ഒരു ഹോട്ടലാണ്. ഇന്ത്യയുടെ 10,000 രൂപയാണ് ദിവസവാടക. മാംഗോസ് റിസോർട്ട് ബാൽക്കണി സൗകര്യമുള്ള അപ്പാർട്ട്മെൻറ്റുകളും ബംഗ്ലോകളുമുള്ള ഒരു റിസോർട്ടാണ്. മികച്ച സീ ഫുഡും ഇവിടെ ലഭിക്കും. ഇന്ത്യയുടെ 13,000 രൂപയാണ് ദിവസവാടക. സൺസെറ്റ് ബംഗ്ലോസ് 10 വാട്ടർ ഫ്രണ്ട് ബംഗ്ലോകൾ ഓഫർ ചെയ്യുന്നു. സ്റ്റുഡിയോ യൂണിറ്റുകളും ഹണിമൂൺ ബംഗ്ലോകളും ഇവിടെയുണ്ട്. ഇന്ത്യയുടെ 11,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത്. വാർവിക് ലെ ലഗോൺ ഇവിടുത്തെ ഏറ്റവും വലിയ റിസോർട്ടാണ്. 30 വർഷമായി ഇവർ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് കാര്യമായ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഫാമിലീസിന് ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് വാർവിക് ലെ ലഗോൺ. ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ സ്കൂൾ ഹോളിഡേയ്സിന് ഇവിടെയാണ് വരുന്നത്.